അനിഴം നാളുകാർക്ക് അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല ഇപ്പോഴുള്ളത്. വ്യാഴവും ശനിയും ഒന്നും അത്ര ഗുണകരമായിട്ടല്ല നിൽക്കുന്നത്. ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ ഭംഗിയായിട്ട് ഉടനെ നടക്കണമെന്നില്ല. അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ പലതും ഉണ്ടാകാം. പ്രവർത്തന രംഗത്ത് നമുക്ക് ഒട്ടും തൃപ്തികരമല്ലാത്ത സാഹചര്യങ്ങൾ വന്നു ചേരാനിടയുണ്ട്. ജോലിയിൽ പല ബുദ്ധിമുട്ടുകൾ വരും. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഒരല്പം കാലതാമസം ഉണ്ടായേക്കാം. വിവിധ രാജ്യങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും അതാത് സ്ഥലങ്ങളിൽ പല വിധത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവപ്പെടാൻ ഇടയുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ തന്നെ അശ്രദ്ധയും ആലോചനക്കുറവും കാരണം പല ബുദ്ധിമുട്ടുകളും നിങ്ങളുടെ കർമ്മരംഗത്തുണ്ടാകാം. അതൊക്കെ നിങ്ങളുടെ ജോലിയെ തന്നെ ബാധിക്കാൻ ഇടവരാം. വളരെ ശ്രദ്ധാപൂർവം എല്ലാ കാര്യങ്ങളും ചെയ്ത് മുമ്പോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. കുടുംബപരമായ സാഹചര്യങ്ങളിൽ അത്ര തൃപ്തികരമല്ലാത്ത ചില അന്തരീക്ഷമൊക്കെ വന്നു ചേരും. ക്ഷമയോടെയും സഹനശക്തിയോടെയും എല്ലാ പ്രയാസങ്ങളെയും കൈകാര്യം ചെയ്യേണ്ടതാണ്. സംഭാഷണങ്ങളിൽ വേണ്ടത്ര കരുതലും മിതത്വവും ശീലിക്കുക. നൂതനമായ സംരംഭങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുന്നവർ പ്രത്യേകം പഠിച്ചു മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യണം. കച്ചവടക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുക. കസ്റ്റമർമാരുമായി നല്ല ബന്ധം പുലർത്തുക. ബിസിനസ് സാഹചര്യങ്ങളെല്ലാം ശ്രദ്ധയോടെ വിലയിരുത്തി വേണ്ടത് ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതാണ്. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം കരുതൽ പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. മനസ്സിൻ്റെ സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സാഹചര്യങ്ങളിലും ഇടപെടാതെ പ്രത്യേകം ശ്രദ്ധയോടുകൂടി ഒഴിഞ്ഞു മാറി നിൽക്കേണ്ടതാണ്. നിങ്ങളുടെ ജാതകത്തിൽ നിങ്ങളുടെ ഗ്രഹനില ജനന സമയത്തുള്ളത് ശരിയായി പരിശോധിപ്പിച്ച് ഇപ്പോഴുള്ള ദശാകാലങ്ങളൊക്കെ അറിഞ്ഞ് ഏറ്റവും നല്ല പരിഹാരം കണ്ടെത്തി ചെയ്യുന്നത് നന്നായിരിക്കും. ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി ദോഷത്തിന് പരിഹാരമായിട്ട് മഹാനവഗ്രഹ ശാന്തി എന്ന കർമ്മം ചെയ്യുന്നതും വളരെയധികം ഗുണം ചെയ്യും.